ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും ഈ പുഴയും കടന്ന റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജയപാലന്റെ മകളുടെ വിവാഹ ദിവസം തന്നെ കാവേരിയും വീട്ടുകാരും എല്ലാവരും അവിടേക്ക് എത്തുകയാണ്. അതുപോലെ തന്നെ പോലീസും പിന്നെ കാവേരിയുടെ അച്ഛനെ ഇല്ലാതാക്കിയ കഥയും അതുപോലെ തന്നെ അയാളുടെ ബാങ്ക് ബാലൻസ് ഒക്കെ തട്ടിയെടുത്ത ജയപാലനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറയാനായിട്ടുള്ള സാക്ഷികളും ബാങ്ക് മാനേജരും ജയപാലന്റെ വലം കൈയായിട്ടുള്ള ആളും എല്ലാവരും വന്ന് ജയപാലനെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് തന്നെ എല്ലാ സത്യങ്ങളും വിളിച്ച് പറയുകയാണ്. അത് കേട്ട് ജയപാലൻ ആകെ നാണം കെട്ട് നിൽക്കുകയാണ്. എന്നിട്ട് അപ്പോ ജയപാലൻ പറയുന്നുണ്ട്, ശരി ഇനി നിങ്ങൾ പറയണ പോലെ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. അപ്പോ കാവേരി പറയാണ്, ഇപ്പോഴും നിന്റെ അച്ഛൻ ഒരു കാര്യം സമ്മതിച്ചിട്ടില്ലടി എന്ന് പറയുന്നുണ്ട്. അതെ, നിന്റെ അച്ഛൻ എന്റെ അച്ഛൻ ഇല്ലാതാക്കി എന്നുള്ളത് സമ്മതിച്ചിട്ടില്ല ഇതുവരെയും എന്ന് പറയുമ്പോ, ശരിയാടി നീ പറഞ്ഞത് ശരിയാടി, ഞാനാടി നിന്റെ അച്ഛൻ ഇല്ലാതാക്കിയത് എന്നിങ്ങനെ പറയുമ്പോ എല്ലാവരും ഒന്ന് ഞെട്ടിപ്പോവുകയാണ്. അങ്ങനെ ആ സമയത്ത് ജയപാലൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ എന്താ വേണ്ടത്, എത്രയാന്ന് പറഞ്ഞാൽ ഞാൻ ചെക്ക് എഴുതി തരാമെന്ന് പറയുകയും ചെയ്യുമ്പോൾ എല്ലാവർക്കും സന്തോഷമാവാണ്. പക്ഷേ കാവേരി അത് സമ്മതിക്കുന്നില്ല. കാവേരി പറയുന്നുണ്ട്, വേണ്ട, എനിക്ക് വേണ്ടത്, ഈ കാവേരിക്ക് വേണ്ടത് പണമല്ല, ഈ കാവേരിക്ക് വേണ്ടത് ആ തോട്ടം തന്നെയാണ്. ആ തോട്ടത്തിന്റെ ആധാരം എനിക്ക് തരണം എന്ന്, തിരിച്ച് രജിസ്റ്റർ ചെയ്ത് തരണം എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി എന്ത് വേണമെങ്കിലും ചെയ്തോ, കേസ് കൊടുത്തോ, ഇയാളെ ഒരു ദിവസം ജയിലിൽ ഇടണം എന്നിങ്ങനെ പോലീസിനോട് പറയണം. അപ്പൊ ആ പോലീസ് പറയുന്നുണ്ട്, കാവേരി എന്തൊക്കെയാണ് നീ പറയുന്നത്, ഇതൊരു സിവിൽ കേസാണ്, ഇത് കേസാക്കി കഴിഞ്ഞാൽ വർഷങ്ങളെടുക്കും ഇതിന്റെ വിധി വരാനായിട്ട്. തന്നെയില്ല, അയാള് ജയിലിൽ കിടക്കുന്നത് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? അയാൾ ഒരു ദിവസം പോലും കിടക്കില്ല, അയാള് രക്ഷപ്പെട്ടു പോരും. അപ്പൊ പിന്നെ ഇത്രയും ചെയ്തതൊക്കെ വെറുതെ ആയി പോകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ വിനീതും പറയാണ്, കാവേരി നമുക്ക് പണം മതി, കാരണം ഇപ്പൊ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് നിളമോളുടെ കാര്യം കൂടി ആലോചിക്കേണ്ടേ, അപ്പോ നമുക്ക് തോട്ടം വേണ്ട കാവേരി. അപ്പോ ഗംഗയും പറയാണ്, അത് ശരിയാണ്, നമ്മൾ ഇവിടുന്ന് പോവല്ലേ, പിന്നെ എന്തിനാ നമുക്ക് ഇവിടെ തോട്ടം എന്ന് പറയുമ്പോൾ ശരി. അപ്പൊ കാവേരി സമ്മതിക്കുകയാണ്. ജയപാലനോട് പോലീസ് പറയുന്നത്, ശരി കാവേരി സമ്മതിച്ചിട്ടുണ്ട്, പൈസ തരണമെന്ന് പറയണം. അപ്പൊ എത്രയാണ് നിങ്ങൾ ഇടുന്ന വില എന്ന് ജയപാലനോട് പോലീസ് ചോദിക്കുമ്പോൾ ജയപാലൻ പറയണം 30 ലക്ഷം എന്ന് പറയണം. അതെ, ഇതിൽ തട്ടിപ്പും ഉടായ്പൊന്നും നടത്തണ്ട, ഞങ്ങൾ കണക്ക് കൂട്ടിയിട്ടുണ്ട്, എല്ലാ കണക്കുകളും ചേർത്ത് 50 ലക്ഷം രൂപ, 50 ലക്ഷത്തിന്റെ ചെക്ക് കൊടുത്തിരിക്കണം എന്ന് പറയുമ്പോൾ ശരി എന്ന് ജയപാലൻ നിശ്ചയിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ നമ്മുടെ ജയപാലന്റെ അക്കൗണ്ടിൽ പൈസ ഉണ്ടോ എന്നറിയാനായിട്ട് ലാപ്ടോപ്പ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ ബാങ്ക് മാനേജർ. അങ്ങനെ ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ മാനേജർ പറയുന്നുണ്ട്, ഉണ്ട്, ബാലൻസ് ഉണ്ട് എന്ന് പറയുകയാണ്. അപ്പൊ ശരി എന്നാ ഒപ്പിട്ടോ എന്ന് പറയുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ അവര് ആ ചെക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇനി ഞങ്ങൾ ഇവിടെ നിന്നും പോകുകയാണെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്നും പോവുകയാണ്. അപ്പോ ജയപാലന്റെ വക അവിടെ നിന്ന്, കാവേരി അവിടെ ഒന്ന് നിന്നേ നീ എന്ന് പറയുന്നുണ്ട്. അപ്പൊ കാവേരി തിരിഞ്ഞു നോക്കുകയാണ്. എന്നിട്ട് പറയാണ്, അതെ, നീ ഇവിടെ നിന്ന് പോകുമെന്ന് പറഞ്ഞ് രക്ഷപ്പെടുമെന്ന് വിചാരിക്കേണ്ട, നീ പോകുന്നത് തിരുവനന്തപുരത്തേക്കല്ലേ, നിന്റെ പുറകെയായി ജയപാലനും ഉണ്ടാകുമെന്ന് പറയാണ്. നിങ്ങൾ വന്നോ, എത്ര വേണമെങ്കിലും വന്നോ, അവിടെ പുതിയ ആൾക്കാരും പുതിയ മുഖങ്ങളും എല്ലാം കൂടിയാണ്, നിങ്ങൾ വന്നോ, ഫൈറ്റ് ചെയ്യാൻ ഈ കാവേരി അവിടെ ഉണ്ടാകുമെന്ന് പറഞ്ഞു തന്നെയാണ് അവിടെ നിന്നും പോകുന്നത്. എന്തായാലും അവരെല്ലാവരും വേഗം തന്നെ സന്തോഷത്തോടു കൂടി ചെക്കും മേടിച്ചു പോവുകയാണ്. എന്തായാലും നമ്മുടെ ശാരദ ഈ പറയുന്ന ജയപാലനെ ഒന്ന് ചൂടാക്കുക, നല്ല രീതിയിൽ ദേഷ്യപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ മണ്ഡപത്തിൽ നിന്ന് ഈ മുടിഞ്ഞു പോകുള്ളൂടോ എന്ന് പറഞ്ഞ് ശാപവാക്കുകൾ കൊണ്ട് കണ്ണീരൊഴുക്കി തന്നെയാണ് ശാരദ അവിടെ നിന്നും പടിയിറങ്ങുന്നത്. അപ്പൊ നമ്മുടെ യമുന അവിടെ ഫ്ലെക്സും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുകയാണല്ലോ കല്യാണത്തിന്റെ. അപ്പോ അത് കണ്ടിട്ട് യമുനയ്ക്ക് സഹിക്കുന്നില്ല. യമുന സങ്കടത്തോടുകൂടി നിൽക്കുകയാണ്. അപ്പൊ കാവേരിക്ക് കാര്യം മനസ്സിലാവുന്നുണ്ട്. കാവേരി പറയണം, നീ എന്താടി നോക്കി നിൽക്കുന്ന, കയറടി കാറിലോട്ട് എന്ന് പറയുകയാണ്. അങ്ങനെ അവള് കയറും. അതുപോലെ തന്നെ എല്ലാവരും ചേർന്ന് ഒന്നിച്ച് പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഇവിടെ നിവിൻ, അപ്പോ നമ്മുടെ ജയപാലിന്റെ മകൾ പറയുന്നുണ്ട്, അച്ഛാ ഇനി എന്താ നോക്കി നിൽക്കുന്ന, കല്യാണം എന്ന് പറയുകയാണ്. അപ്പൊ അതുപോലെ തന്നെ അതിനെന്താ, കല്യാണത്തിന് മുടക്കൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെയാണെങ്കിൽ നിവിന്റെ അച്ഛനും അമ്മയ്ക്ക് വലിയ ദേഷ്യത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അപ്പോ രാജേശ്വരിയും അതുപോലെ തന്നെ സത്യനും അവർക്ക് നല്ല ദേഷ്യമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ നിവിനോട് ജയപാലൻ എന്തോ ഒരു പട്ടിയോട് ആജ്ഞാപിക്കുന്ന പോലെ, എന്താടാ നോക്കി നിൽക്കുന്ന, കേരള മണ്ഡപത്തിൽ എന്ന് പറയുകയാണ്. അപ്പൊ നിവിൻ ഇങ്ങനെ സങ്കടത്തോടുകൂടി നിൽക്കാണ്. എന്നിട്ട് അച്ഛനോട് പറയുന്നുണ്ട്, അച്ഛാ കേട്ടില്ലേ, കണ്ടില്ലേ ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ, ഇങ്ങനെ ഒരു കല്യാണം നമുക്ക് വേണം, ഏതോ ഒരു സമയത്ത് ഒരു വാക്ക് കൊടുത്തു എന്ന പേരിൽ എന്റെ ജീവിതം ഇല്ലാതാക്കണം അച്ഛാ,
ഞാനൊരു കാര്യം ചോദിക്കട്ടെ, അച്ഛൻ പറയുന്ന പോലെ ഞാൻ ചെയ്യാം, എന്തിനാണ് അച്ഛാ ഇങ്ങനെ ഒരു കല്യാണം നമുക്ക് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അച്ഛൻ പറഞ്ഞാൽ ഞാൻ കയറിയിരിക്കാം എന്ന് പറയുകയും ചെയ്യുന്നു. നിന്റെ അച്ഛൻ എന്തിനാണ് പറയണത്, കേരള എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ അവനെ അങ്ങനെ തള്ളിയിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മുടെ രാജേശ്വരി ഇടപെടുകയാണ്. രാജേശ്വരി ചോദിക്കുന്നു, ജയപാലേട്ടാ നിങ്ങൾ എന്താ ചെയ്യുന്നത്, അവനെ ഇങ്ങനെ തള്ളിയിട്ട് കയറ്റി നിങ്ങളെ ആജ്ഞയ്ക്കനുസരിച്ച് നിൽക്കാൻ അവരാരാ, പട്ടി ഒന്നല്ലല്ലോ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അല്ല ഇവളെ രാജേശ്വരി, അവന് പറഞ്ഞത് മനസ്സിലായില്ല, അവൻ പിന്നെ നോക്കി നിൽക്കണ കണ്ടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അതെ, ഇവിടെ നടന്നതൊക്കെ എന്താണെന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഇവിടെ ഒരു സ്ത്രീയുടെ കണ്ണുനീരാണ്, ഒരു അമ്മയുടെ കണ്ണുനീരാണ്. അതുപോലെ തന്നെ താൻ കാരണം, ജയപാലേട്ടൻ കാരണം ഇല്ലാതായ ഒരു വിധവയായി പോയ ഒരു സ്ത്രീയുടെ കണ്ണുനീരാണ് ഇവിടെ വീണ്ടുള്ളത്. അതൊന്നും എൻ്റെ മകന്റെ തലയിൽ വീഴാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജയപാലൻ പറയുന്നുണ്ട്, ഓ നിങ്ങളുടെ പ്രശ്നം എന്താ, 50 ലക്ഷം അവർക്ക് കൊടുത്തതാണോ, എനിക്ക് ഇനിയുമുണ്ട് ഒരുപാട് പൈസയും സ്വർണവും ഇട്ടുമൂടാനുള്ള നിന്റെ ആളോ പൊക്കത്തിലുള്ള സ്വർണം ഞാൻ തരാം എന്നൊക്കെ ജയപാലൻ പറയുമ്പോൾ, നിർത്തടാ നിന്റെ പണത്തിന്റെ പെരുമ എന്ന് പറഞ്ഞിട്ട് സത്യൻ ഇടപെടുകയാണ്. സത്യം പറയുന്നുണ്ട്, നീ എന്താടാ വിചാരിച്ചത്, ഞാൻ കണ്ടിട്ടുള്ള അത്രയും സ്വർണവും പണമൊന്നും നീ കണ്ടിട്ടില്ലടാ, നീയേ വലിയ ആളാവാൻ നിൽക്കണ്ട. ഇതൊക്കെ ഞാനും എൻ്റെ ഭാര്യയൊക്കെ കഷ്ടപ്പെട്ട് സത്യസന്ധതയിലൂടെ അധ്വാനിച്ചെടുത്ത സ്വർണവും പണവും ഒക്കെ തന്നെയാണ് ഞങ്ങളെ കയ്യിലുള്ളത്. അല്ലാതെ നിന്നെ പോലെ മറ്റുള്ളവരെ പറ്റിച്ചും ചതിച്ചും വഞ്ചിച്ചും എടുത്ത സ്വർണമൊന്നല്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഞാൻ ഇവിടെ ക്ഷണിച്ചു വരുത്തിയ ആൾക്കാരൊക്കെ എൻ്റെ മുഖത്ത് കാർപ്പിച്ച് തുപ്പിയില്ലെന്നേ ഉള്ളൂ. ഇങ്ങനെ ഒരു കല്യാണം നടന്നു കഴിഞ്ഞാൽ അവരൊന്നും എന്നോട് ഒന്നിനും നിൽക്കില്ല. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു കല്യാണം വേണ്ട, നമുക്ക് വേണ്ടടാ, നീ കെട്ടണ്ട എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ ജയപാലൻ ആകെ ഷോക്കാവുകയാണ്. ജയപാലിന്റെ മകൾ അതിനേക്കാളും വലിയ ഷോക്കാവാണ്. അവള് പറയുന്നുണ്ട്, എന്താ പറഞ്ഞത്, കല്യാണം നടക്കില്ലെന്നോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇല്ലടി, നിന്റെ അച്ഛന് നീ ഇപ്പൊ പറഞ്ഞില്ലേ ഈ സമ്പാദിച്ചത് മുഴുവൻ നിങ്ങളുടെ തലയിൽ ഇരിക്കട്ടെ, എൻ്റെ മോന്റെ തലയിൽ ആ സമ്പാദ്യം അതൊന്നും വേണ്ട, എന്തായാലും വേണ്ട നിവിനെ, നീ കല്യാണത്തിന് സമ്മതിക്കണ്ട എന്ന് പറയുകയും ചെയ്യുകയാണ്. അപ്പൊ നിവിൻ അതിൻ്റെ ഇടയ്ക്ക് കരഞ്ഞിട്ട് പറയുന്നുണ്ട്, നിങ്ങളൊക്കെ എന്നെ ഇതിൽ നിർബന്ധിച്ചത് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ കല്യാണം കഴിക്കുമെന്ന് വിചാരിച്ചിട്ടില്ല. ആ പെൺകുട്ടി പോയി അമ്മേ, അവര് പോയി, ഇനി അവര് ഇവിടേക്ക് വരില്ല എന്ന് പറഞ്ഞ് അങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും കല്യാണം നടക്കുന്നില്ല, അവരവിടെ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജയപാലൻ ആകെ അടി കിട്ടിയ പോലെ ആവുകയാണ്. അതുപോലെ തന്നെ ജയപാലന്റെ മകൾ, അവൾ ആ മണ്ഡപത്തിൽ കയറി അങ്ങനെ ഇരിക്കുന്നുണ്ട്, എന്തോ ഒരു പ്രേതബാധ കയറിയ പോലെ അങ്ങനെ ഇരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന നിലവിളക്കും സാധനങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിയുന്നുണ്ട്. അതുപോലെ വീട്ടിലേക്ക് തിരികെ എത്തിയതിനു ശേഷം ജയപാലന്റെ ഭാര്യയെ തല്ലാൻ വേണ്ടി, പ്രവീണയെ തല്ലാൻ വേണ്ടി കൈ ഓങ്ങുമ്പോൾ അവൾ ഇടപെട്ടിട്ട് പറയുന്നുണ്ട്, എന്തിനാ അമ്മയെ തല്ലുന്നത്, കൈ പിടിക്കുകയാണ് ജയപാലന്റെ. അമ്മ പറഞ്ഞത് സത്യം തന്നെയല്ലേ, ഈ കല്യാണം മുടക്കിയത് അച്ഛൻ തന്നെയാണ്, അച്ഛന്റെ പ്രവൃത്തി കൊണ്ടാണ് ഞാൻ ഇത്രയും നാൾ എൻ്റെ മനസ്സിൽ ഇട്ടുകൊണ്ട് നടന്ന നിവിനെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞ് അവള് സങ്കടത്തോടു കൂടി മുകളിലേക്ക് കയറി പോകുന്നുണ്ട്. എന്തായാലും നമ്മുടെ കാവേരിയും കുടുംബവും തിരുവനന്തപുരത്തേക്ക് പോകുന്ന യാത്ര കാണിക്കുകയാണ്. അപ്പൊ ആ സമയത്ത് അച്ഛമ്മ പറയുന്നുണ്ട്, എന്നാലും കാവേരി, നിന്നെ ഞാൻ സമ്മതിച്ചു തന്നിരിക്കുന്നു, നീ അവന്റെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കുമെന്ന് പറഞ്ഞത് വെറും വാക്കല്ല, അതൊരു ശരിക്ക് തന്നെ നടന്നല്ലോ, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെ സന്തോഷത്തോടു കൂടി അവർ തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഭാഗത്തോടു കൂടിയാണ് എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.